ഹായ് ഹായ്. അപ്പോൾ നമ്മളൊരു ചെമ്മീൻ റോസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഉണ്ടാക്കിയാലോ? വയോ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് നേരിട്ട് തന്നെ എടുത്തതാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ മിക്സിയുടെ കുഞ്ഞി ചാറിയിൽ ഇടാണ് കേട്ടോ. കുരുമുളകിൻ്റെ കുരുമുളക് കേട്ടോ. അപ്പോൾ നല്ല കുരുമുളകാണ്, നാച്ചുറലാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് നമ്മൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അതായത് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം. അപ്പോൾ കറക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചെമ്മീൻ റോസ്റ്റാണ് ചെയ്യുന്നത്. ചെമ്മിലേക്ക് ഇത് ഇടാണ് കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി നമ്മൾ നന്നായിട്ട് പിന്നെ ഇച്ചിരി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ നാരങ്ങയാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ ഒക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പാൻ എടുത്തിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ഇതിന് ശേഷം എന്താ, നമ്മുടെ ചട്ടി ചൂടായിട്ട് എന്താ ചെയ്ത് വേപ്പിലിട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്ത് നമ്മുടെ കുഞ്ഞിച്ചെമ്മീൻ കുട്ടന്മാരെ ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ കുട്ടന്മാരിടാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പതുക്കെ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. വെന്തിട്ട് വേണം കേട്ടോ മറച്ചിട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് നേരം വേവിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. നന്നിട്ട് വേവണം കേട്ടോ. അപ്പോൾ വറുത്ത് കോരി എടുക്കുകയാണ്. ഈ കോരി എടുത്തതിലേക്കാണ് നമ്മൾ കടുകിടാനുള്ളത്. കടുകിട്ടു, പതുക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും എണ്ണ ചൂടായിട്ടിരിക്കുകയാണ്. കടുകിട്ടു, അതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ഇടാണ് കേട്ടോ. ചുവന്നുള്ളി അല്ലെങ്കിൽ നമ്മൾ കുനുകുനു അരിഞ്ഞ ഇച്ചിരി സബോള ഇടാം. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഇച്ചിരി എന്താ പറയുക, വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തു. വെളുത്തുള്ളി നമ്മൾ എന്തായാലും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിലിടണേ. കുറച്ച് വേപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇടാണ് കേട്ടോ. ഉപ്പ് അങ്ങനെയുള്ള പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. എന്നിട്ട് ഇച്ചിരി വെള്ളം, അതായത് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ഇടാനിട്ട് നമ്മുടെ തക്കാളി, പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും മുളകൊക്കെ പിടിക്കണം. നമ്മൾ മസാല ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ നന്നായിട്ടത് വെന്തു. ഒന്നും കൂടി ഇത് ഞാൻ മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ തക്കാളിക്കുട്ടന്മാരൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇടയ്ക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കേട്ടോ. നമ്മൾ പാചകം ചെയ്യുമ്പോൾ പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ പാചകം ചെയ്യണം. നിങ്ങൾ ഇതിൽ കിടന്ന് ഒന്നും കൂടി നല്ലോണം. ഇതിലേക്കാണ് നമ്മുടെ ചെമ്മീൻ ഇടാണ്. നമ്മൾ വറുത്ത് കോരി വെച്ച ചെമ്മീൻ ഇടാണ് കേട്ടോ. ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഓഹോ കൊടുമ്പുളിയിട്ട് നല്ല ചെറിയുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് എന്നാൽ വാമറ്റുകൾ ഉപ്പിലിട്ട മാങ്ങയുണ്ട് വറുത്തതുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. എന്തായാലും ഞാൻ കറക്റ്റായിട്ടാട്ടോ പറയുള്ളൂ. അതുകൊണ്ട് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, ചെമ്മീൻ ഞാൻ എന്തായാലും കറക്റ്റായിട്ട് പറയട്ടെ. അപ്പം ഇങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പും മുളകൊക്കെ കറക്റ്റാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഇവിടെ എരിവൊക്കെ കറക്റ്റ് പാകമാണ്, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഉപ്പുണ്ടല്ലോ ഇച്ചിരി മുൻകൂട്ടി നിൽക്കുന്നുണ്ട്, എന്നിട്ടാ ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ചോറുന്നുമ്പോൾ ഓക്കെ ആവും. അപ്പോൾ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ റെസിപ്പി, ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണേ, അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പി എനിക്കും കൂടി പറഞ്ഞു തരില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.